ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്റ്റിംഗ് ഡൈവേഴ്സിറ്റീസ് എന്ന ഭാഗമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEdൻ്റെ എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മൾ ആ പേപ്പറിലെ തുടക്കത്തിലുള്ള സോഷ്യൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വൈവിധ്യങ്ങളെപ്പറ്റി, എങ്ങനെയാണ് സമൂഹത്തിൽ വൈവിധ്യങ്ങളുള്ളത്, അതേപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത്, കാസ്റ്റുകളെപ്പറ്റി, ക്ലാസ്സുകളെപ്പറ്റി, അതേപോലെ ഓരോരുത്തരും തമ്മിൽ, വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെപ്പറ്റി, അതേപോലെ വൈവിധ്യം എന്ന ആശയത്തെപ്പറ്റി ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ആ യൂണിറ്റിലെ ബാക്കി ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്റ്റിംഗ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ആളുകൾക്കിടയിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഈ വ്യത്യസ്തതകളെ ബഹുമാനിക്കുന്നതിന്, അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുന്നതിന്, ഇന്ത്യയിലുള്ള എല്ലാവരും, നമ്മളെല്ലാവരും നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരുപാട് വ്യത്യസ്തതകൾ, നാനാത്വം, വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഈ വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവയുടെ പ്രാധാന്യത്തെയും അവയുടെ സവിശേഷതകളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെപ്പറ്റി ചിന്തിക്കാനും ബഹുമാനത്തോടെ, ഒരു തരം ഉൾക്കൊള്ളലോടെ പെരുമാറാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. അപ്പോൾ അതിന് അങ്ങനെ എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ സമൂഹങ്ങളെയും, എല്ലാ വ്യത്യാസങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ഇവിടെ പല രീതിയിലുള്ള, പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരാൾ ഒരു വിഭാഗത്തിലാണെങ്കിൽ ഞാൻ എൻ്റെ സംസ്കാരം മാത്രമേ പിന്തുടരുകയുള്ളൂ, മറ്റുള്ളവരുടെ സംസ്കാരമൊന്നും ശരിയല്ല എന്ന രീതിയിൽ ചിന്തിക്കാതെ എൻ്റെ സംസ്കാരം എൻ്റേതാണ്, അതേപോലെ മറ്റുള്ളവർക്കും അവരവരുടേതായ സംസ്കാരങ്ങളും അവരവരുടേതായ വിശ്വാസങ്ങളും അവരവരുടേതായ ജീവിത രീതികളും പിന്തുടരാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള വൈവിധ്യങ്ങളെ, സമൂഹത്തിലെ മറ്റുള്ള വ്യത്യാസങ്ങളെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു പൗരനായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ പഠനത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് മറ്റുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമൂഹങ്ങളെയും അവരുടെ ആചാരങ്ങളെയും രീതികളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വ്യത്യാസങ്ങളെയും വൈവിധ്യത്തെയും ബഹുമാനിക്കാൻ കഴിയുന്നത് എന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത്. ഒന്നാമതായി, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വൈവിധ്യങ്ങളെ ബഹുമാനിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളെ മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാനും പുതിയൊരു സംസ്കാരം സ്വീകരിക്കാനും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം സഹായിക്കണം. അങ്ങനെ സഹായിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സഹായം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അവരുടേതിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റ് സമൂഹങ്ങളെയും അവരുടേതായിട്ടുള്ള വിവിധ വസ്ത്രധാരണ രീതികൾ, അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അവരുടെ സംസ്കാരമാണ് നമ്മുടേതിനേക്കാൾ മികച്ചതെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് മാറി, അല്ലെങ്കിൽ ആ സംസ്കാരത്തെ നമ്മുടെ സംസ്കാരത്തോട് യോജിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിന്, സംസ്കാരങ്ങളെപ്പറ്റി അറിവ് നേടുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് കഴിയുന്നു എന്നതാണ്. അങ്ങനെ സംസ്കാരങ്ങളെ, വിവിധ സംസ്കാരങ്ങളെ ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും അവയിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളെപ്പറ്റി, മറ്റുള്ളവരുടെ പ്രത്യേകതകളെപ്പറ്റി ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് നമ്മുടെ സംസ്കാരത്തെ മാത്രമല്ല വേറെ സംസ്കാരങ്ങളെയും അറിയാനും അവയിൽ പറ്റി മനസ്സിലാക്കാനും അതിലൂടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും
പുതിയ പുതിയ അറിവുകൾ നേടാനും വിദ്യാഭ്യാസത്തിലൂടെ കഴിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ കഴിയണം. രണ്ടാമത്തെ പോയിൻ്റാണ് വിദ്യാഭ്യാസത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങൾ വളർത്താനുള്ള ഒരു കഴിവാണ്. അതായത് വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ മതേതരത്വം, എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ മതങ്ങളും നല്ലതാണ് എന്നുള്ള കാര്യം മനസ്സിലായിക്കൊണ്ട് മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരു സ്നേഹം എല്ലാവരുടെയും ഉള്ളിൽ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് കഴിയുന്നു. മനുഷ്യൻ ഒന്നാണ്. അവൻ വിവിധ മതങ്ങളിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനും എല്ലാവർക്കും സഹവർത്തിക്കാനും കഴിയും എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു മതേതരത്വം വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം വിദ്യാഭ്യാസം ഉണ്ടാവേണ്ടത്. വിവിധ മതങ്ങളിൽപ്പെട്ടവരാണെങ്കിലും കൂടെയുള്ളവർ അവനെൻ്റെ കൂടപ്പിറപ്പാണ്, അല്ലെങ്കിൽ അവനെൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്. പ്രതിജ്ഞയിൽ പറയുന്നുണ്ടല്ലോ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും എല്ലാവരും നമ്മുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും ബഹുമാനിക്കാനും കൂട്ടി ചേർത്ത് നിർത്താനും കഴിയുമ്പോഴാണ്, അങ്ങനെ അതിനു വേണ്ടി കൂടി വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസം ഈ രീതിയിൽ കൂടി മനുഷ്യനെ ഒന്നിപ്പിക്കാനും മതങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. വിദ്യാഭ്യാസം ജനങ്ങൾക്കിടയിൽ വൈവിധ്യബോധം വളർത്തിയെടുക്കണം. ജനങ്ങൾക്കിടയിൽ വൈവിധ്യബോധം, വൈവിധ്യങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ചിന്താഗതിയിലേക്ക് കൂടി വിദ്യാഭ്യാസം ജനങ്ങളെ കൊണ്ട് എത്തിക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരാശയം കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ്. നാനാത്വം അല്ലെങ്കിൽ വ്യത്യസ്തത, വൈവിധ്യം, ഇവയെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഒരുപോലെയല്ല, എല്ലാത്തിലും വ്യത്യാസങ്ങൾ കടന്നു വരാം എന്ന ഒരു ബോധം. വ്യത്യസ്തതകൾ ഉണ്ടാവാം, എല്ലാവരും എന്നെപ്പോലെ തന്നെ ചിന്തിക്കണം, എന്നെപ്പോലെ തന്നെ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കാതെ എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും വിശ്വാസങ്ങളും താല്പര്യങ്ങളും അഭിരുചികളും ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവിലേക്ക് കൂടി വിദ്യാഭ്യാസത്തിന് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയണം. ആ രീതിയിലാണ് വിദ്യാഭ്യാസം നമ്മളെ, അല്ലെങ്കിൽ മനുഷ്യരെ, ആളുകളെ സഹായിക്കേണ്ടത്. സാങ്കേതിക വിദ്യ വളർന്നു വന്നു. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. സാങ്കേതിക വിദ്യ വളർന്നു വന്നതോടെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ പെടുന്ന ആളുകളൊക്കെ ഒരുമിച്ച് ഇടപഴകാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാനും ഒരുമിച്ച് സംവാദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരം വളർന്നു വന്നു. അങ്ങനെ സാങ്കേതികവിദ്യ വളർന്നു വരുന്നതോടെ സംസ്കാരങ്ങൾ, വിവിധ സംസ്കാരങ്ങളും കൂടിച്ചേരുകയാണ്. അതായത് പല തരങ്ങളിൽ നിന്നുള്ളവർ, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, പല സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ, പലതരം മതങ്ങളിൽ നിന്നുള്ളവർ, ഇവരൊക്കെ ഒരുമിച്ച് ഒത്തുകൂടാനുള്ള സാഹചര്യം ഇന്ന് കൂടുതലാണ്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് കമ്പ്യൂട്ടർ, അതേപോലെ ലാപ്ടോപ്പ്, ഫോൺ, സോഷ്യൽ മീഡിയ, ഇതിൻ്റെയൊക്കെ വളർച്ച എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മേഖലയിലുള്ള വിദ്യാഭ്യാസവും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അറിവ് എല്ലാവരെയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒരുമിച്ച് മുന്നേറാനും പ്രാപ്തമാക്കുന്നു എന്നുള്ള ഒരു പോയിൻ്റ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആധുനിക ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സാങ്കേതികവിദ്യ വളർന്നു വരുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, എല്ലാവരും ഒരുമിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലും വിദ്യാഭ്യാസത്തിന് ഒരു വലിയ പ്രാധാന്യവും പങ്കും വഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ മേഖലയിലൂടെ അറിവ് നേടി കൂടുതൽ വിദ്യ അഭ്യസിച്ച് വന്ന മനുഷ്യൻ എന്തു ചെയ്യുന്നു? എല്ലാവരുമായിട്ടും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പങ്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. അഞ്ചാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസം ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിക്കും. സാംസ്കാരിക വ്യത്യാസങ്ങൾ അംഗീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. വിദ്യാഭ്യാസം ബഹുസ്വരത, ഒരുപാട് വ്യത്യാസങ്ങൾ
നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യത്യാസങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ചിന്ത ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തിന് തീർച്ചയായും സാധിക്കും. നമ്മുടെ ഒരു ബഹുസ്വര സമൂഹമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് ആളുകളും ഒക്കെയുള്ള സമൂഹമായതിനാൽ തന്നെ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയുന്നു. അതിനാൽ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ആശയങ്ങൾ കൈമാറി നാനാത്വം എന്ന ആശയത്തെ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആറാമത്തെ പോയിന്റ്, വൈവിധ്യങ്ങളോടുള്ള ബഹുമാനത്തെക്കുറിച്ചുള്ള സ്വയം അവബോധം വിദ്യാഭ്യാസം വളർത്തിയെടുക്കണം. നമ്മൾ പറഞ്ഞു എല്ലാവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആളുകൾ വ്യത്യസ്തരാണ്. ഒരുപാട് വ്യത്യസ്ത സമൂഹങ്ങളും ജാതികളും മതങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓരോ ആളുകളും വ്യത്യസ്തരാണ്. ചിന്തകളിലും അതേപോലെ താല്പര്യങ്ങളിലും ഇഷ്ടങ്ങളിലും ഒക്കെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മലയാളമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന കഥയിലുള്ള 2 കഥാപാത്രങ്ങൾ, ഒരാൾക്ക് ഇഷ്ടം കാപ്പിയും മറ്റേയാൾക്ക് ഇഷ്ടം ചായയും ആകുമ്പോൾ 2 പേർക്കും ചായ കുടിക്കാം അല്ലെങ്കിൽ കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞ് വഴക്കിടാതെ ചായ ഇഷ്ടമുള്ള ആൾ ചായയും കാപ്പി ഇഷ്ടമുള്ളയാൾ കാപ്പിയും കുടിക്കുന്ന ഒരു രസകരമായിട്ടുള്ള രംഗം കാണാൻ സാധിക്കും. അപ്പോൾ അത് പറഞ്ഞ പോലെയാണ്, ഇഷ്ടങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തരാണ്. അവരിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നവരായാലും ഭാര്യാഭർത്താക്കന്മാരായാലും എല്ലാവരും തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കും. അച്ഛൻ്റെ ഇഷ്ടമായിരിക്കില്ല മകനുണ്ടാവുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ്. നമ്മൾ പറഞ്ഞ പോലെ ജാതി വ്യത്യസ്തമാണ്, മതങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെ വൈവിധ്യങ്ങളെ അല്ലെങ്കിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കി അവയെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ സ്വയം തയ്യാറാവുക. അങ്ങനെ സ്വയം നമുക്ക് തയ്യാറാവാൻ നമ്മളെ വിദ്യാഭ്യാസം സഹായിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കാൻ കഴിയുന്നതാവണം വിദ്യാഭ്യാസം. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും അവയെ ബഹുമാനിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നായി വിദ്യാഭ്യാസം മാറുമ്പോഴാണ് ഇതിൽ വിദ്യാഭ്യാസത്തിൻ്റെ റോള് ശരിക്കും കുറച്ച് മനോഹരമാവുന്നത്. 7ാമത്തെ പോയിന്റ്, ബഹുഭാഷാ വാദത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. വ്യത്യാസങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലോ ഭാഷ. അതായത് നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യൻ സമൂഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത്. ഓരോ സമൂഹത്തിൻ്റെയും ഭാഷകൾ വേറെ വേറെയാണ്. ചിലർ മലയാളം സംസാരിക്കുന്നു, മറ്റു ചിലർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന കൂട്ടങ്ങളായിട്ടാണ് ആളുകൾ മാറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഷകളും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ ഭാഷകളെയും ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടാവണം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടത്. അത്തരത്തിലാവണം വിദ്യാഭ്യാസം മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ ബഹുഭാഷാവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ഭാഷകളെയും സ്വീകരിക്കുന്ന ആ രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കേണ്ടത്. 8ാമത്തെ പോയിന്റ്, വിദ്യാഭ്യാസം ജനങ്ങൾക്കിടയിൽ സഹവർത്തിത്വം വളർത്തിയെടുക്കണം. മറ്റൊരു വിഭാഗത്തിൻ്റെ നിയമാനുസൃതവും തുല്യവുമായ പങ്കാളിയായി സമാധാനപരമായി നിലനിൽക്കാനുള്ള അവകാശം അംഗീകരിക്കുന്ന സമൂഹത്തിലെ അംഗങ്ങൾ പങ്കിടുന്ന ഒരു തരം മാനസികാവസ്ഥയാണിത്. അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ അക്രമരഹിതമായ രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പോയിൻ്റൊക്കെ തന്നെയാണ്. എന്നാലും വിദ്യാഭ്യാസം ഒരു സഹവർത്തിത്വം, ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു നമ്മളൊന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടനേകം വിഭാഗങ്ങൾ, പലതരത്തിലുള്ള വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളോടും കൂടി ഒരുമിച്ച് സമാധാനപരമായിട്ട് അവരുടെ ഒരു പങ്കാളിയെപ്പോലെ, അവരുടെ ഒരു സുഹൃത്തിനെ പോലെ, പങ്കാളിയെപ്പോലെ ഒക്കെ നിൽക്കാൻ എല്ലാവർക്കും കഴിയണം. എല്ലാവരുമായിട്ട് ഒരു സഹവർത്തിത്വത്തോടെ, ഒരു തരം സമാധാനത്തോടെ നിൽക്കാൻ
നമുക്കെല്ലാവർക്കും കഴിയണം. കാരണം ഇവിടെ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കണമെങ്കിൽ എല്ലാവരോടും ഒരുതരം യോജിപ്പും ഐക്യവും ഞാനും നിങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാനും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്തയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേപോലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അക്രമരഹിതമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒന്നും ഉണ്ടാക്കാതെ, അക്രമങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ പരിഹരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കൂടി നമ്മൾ എത്തണം. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന അവരിലൊരാളായി, അല്ലെങ്കിൽ അവരോട് കൂടെ നിൽക്കാൻ കഴിയുന്ന വ്യത്യസ്ത ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി നിൽക്കാൻ കഴിയുന്ന രീതിയിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം എല്ലാവർക്കും ഇടയിലും വ്യത്യസ്തതകൾ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ചിന്തയായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. അതിനാൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് പിന്നെ വലിയ വഴക്കിലേക്കും കൊലപാതകങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും ഒക്കെ നീണ്ടു പോകുന്നത്. അങ്ങനെ നീണ്ടു പോവാതെ എല്ലാ പ്രശ്നങ്ങളെയും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് രമ്യമായ രീതിയിൽ പരിഹരിച്ച് തീർക്കേണ്ടതിലേക്ക് കൂടി എല്ലാവരും എത്തണം. അപ്പോൾ മാത്രമേ വിദ്യാഭ്യാസം യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ നേടി എന്ന് പറയാൻ കഴിയൂ. വിദ്യ അഭ്യസിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ശരിക്കും നേടി നിൽക്കുന്ന ഒരാൾ ഇതേപോലെ മറ്റുള്ളവരോട് വഴക്ക് കൂടാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും വിഷയങ്ങൾ ഉണ്ടാക്കാനും ഒന്നും പോവുകയില്ല. എല്ലാം രമ്യമായി സമാധാനപൂർവ്വം ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ പറഞ്ഞു തീർക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യവും പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു തരം അന്തരീക്ഷത്തിലേക്കാണ് എല്ലാവരും എത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ എത്താൻ വേണ്ടി വിദ്യാഭ്യാസം നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ രീതിയിൽ എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ട്, എല്ലാത്തിനെയും മനസ്സിലായിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കണം. അങ്ങനെ എല്ലാവരും നിയമങ്ങളെയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം. അങ്ങനെ നമ്മൾ 8 പോയിൻ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് പോയിൻ്റാണ് 9ാമത്തെ പോയിൻ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ബഹുസാംസ്കാരിക വിദ്യാഭ്യാസം, പരസ്പര സാംസ്കാരിക വിദ്യാഭ്യാസം, വംശീയമല്ലാത്ത വിദ്യാഭ്യാസം, സാംസ്കാരികമായി ഉത്തരവാദിത്തമുള്ള അധ്യാപനം, ആഗോള വിദ്യാഭ്യാസം, സാമൂഹ്യനീതി പഠനം, മാതൃഭാഷാ പഠനം എന്നിവ വിദ്യാർത്ഥികളിൽ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനുള്ള മനോഭാവം വളർത്തും. വിദ്യാഭ്യാസം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളെ പറ്റിയും അതേപോലെ ഒരു സംസ്കാരത്തോട് മാത്രം ചേർന്ന് നിന്നിട്ട് മറ്റുള്ളതിനെയൊക്കെ തള്ളിക്കളയുന്നത് പോലെ അല്ലാതെ എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള, എല്ലാ സംസ്കാരങ്ങളെ പറ്റിയുമുള്ള, പല സംസ്കാരങ്ങളെ പറ്റിയും ഉള്ള പഠനം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലെ നീതികളെപ്പറ്റി, നമ്മൾ ചെയ്യേണ്ട മൂല്യങ്ങളെപ്പറ്റി, നമ്മൾ കൈക്കൊള്ളേണ്ട നല്ല നല്ല ചിന്തകളെപ്പറ്റി, അങ്ങനെയുള്ള പഠനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും മറ്റുള്ള എല്ലാ സംസ്കാരങ്ങളെയും ഒരുമിച്ച് കാണാനും എല്ലാത്തിൻ്റെയും മൂല്യങ്ങളെ മനസ്സിലാക്കാനും നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. സ്വന്തം മാതൃഭാഷയെ കൂടുതൽ അടുത്തറിയുമ്പോൾ നമുക്ക് മറ്റുള്ള ഭാഷകളെയും മറ്റുള്ള വൈവിധ്യങ്ങളെയും എല്ലാത്തിനെയും ഒരുപോലെ കാണാനും ബഹുമാനിക്കാനും സാധിക്കും എന്നുള്ളത് കൂടിയാണ്. നമ്മുടെ ഭാഷയായിട്ടുള്ള മാതൃഭാഷ പഠിക്കുമ്പോൾ മറ്റുള്ള എല്ലാ ഭാഷകളും പഠിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവുകയും നമ്മൾ മറ്റുള്ള ഭാഷകളോടും ആ രീതിയിൽ ഒരു ബഹുമാനം കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റുകളിലൂടെ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളെ ബഹുമാനിക്കുന്നതിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബഹുമാനം വളർത്തുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്കിനെ പറ്റിയാണ്. വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ സമൂഹമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ വ്യത്യസ്തതകളെയും, എല്ലാതരം വിഭാഗങ്ങളെയും, എല്ലാതരം സംസ്കാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ പറ്റൂ.
അപ്പോൾ അങ്ങനെ നിൽക്കാനായിട്ട് വിദ്യാഭ്യാസം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സഹായിക്കുന്നതാവണം വിദ്യാഭ്യാസം. അപ്പോൾ നമുക്കെല്ലാവർക്കും വിദ്യാഭ്യാസം നേടിയിട്ട് ഈ രീതിയിൽ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുമാനിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEd ഫസ്റ്റ് സെമസ്റ്ററിലെ എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന വിഷയത്തിൻ്റെ ലളിതമായ മലയാളം PDF നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വളരെ ലളിതമായ രീതിയിൽ സമഗ്രമായ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രസകരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ PDF നിങ്ങളെ ഉന്നതമായ മാർക്ക് വാങ്ങാൻ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.